മലബാറിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അത് മലബാർ ദേവസ്വവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പ്രസിഡന്റിനെ കിട്ടുമോ അടുത്ത കാലത്തെങ്കിലും? 3 മാസമായി മലബാർ ദേവസ്വം ബോർഡിന് പ്രസിഡന്റില്ല. ജനുവരി 16-ാം തീയതി MR മുരളി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ ശേഷം അവിടെ പ്രസിഡന്റില്ല. മലബാർ ദേവസ്വം ബോർഡിന് അതായത് ദുരിതത്തിന്റെ മുകളിൽ ദുരിതം എന്ന് പറയുന്ന പോലെയാണ്. കാരണം നിലവിൽ തന്നെ HRNC ആക്ട് ആണ് മലബാർ ദേവസ്വം ബോർഡ്. സ്വന്തമായിട്ട് ആക്ട് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡാണ്. പ്രസിഡന്റ് കൂടി ഇല്ലാതെ ഒരു ബില്ല് ഒപ്പിടാൻ പറ്റുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം OK വാസു മാഷ് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം CPM നടത്തുന്നു. കാരണം OK വാസു മാഷ് BJPയിലും CPM-ലും വന്ന് ആദ്യം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി, പിന്നീട് ഒരു പൊസിഷനും കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. പക്ഷേ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അപ്പോൾ CPM-നകത്ത് 2 അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ഈ പൊസിഷൻ അവിടെ കാലിയായി കിടക്കുന്നു. പക്ഷേ അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് സാധാരണ ജീവനക്കാരാണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ഈ പ്രത്യേകിച്ച് ശാന്തിക്കാരായിട്ടുള്ള അവർക്ക് ശമ്പളമൊക്കെ എങ്ങനെ കൊടുക്കും? ശാന്തിക്കാരുടെ ശമ്പളം പ്രസിഡന്റ് ഉള്ളപ്പോഴും കിട്ടാറില്ല. 2 വർഷമായി ദേവസ്വം ബോർഡിന് ശാന്തിക്കാർക്ക് ശമ്പളമില്ല. അതിന്റെ ഒപ്പം ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ നിത്യനിദാന ചെലവുകൾക്ക് അവിടെ പണം ഒരു മിനിമം തുകയ്ക്ക് അപ്പുറം ചെലവാക്കണമെങ്കിൽ പ്രസിഡന്റ് അനുമതി വേണം. ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. സർക്കാർ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വിശ്വാസികൾ ഒരുപാട് വലിയ ക്ഷേത്രങ്ങളുണ്ടല്ലോ അല്ലേ? കാടാമ്പുഴ ക്ഷേത്രം അടക്കം തിരുമാന്താംകുന്ന് അടക്കമുള്ള ക്ഷേത്രങ്ങൾ വരുന്ന മലബാർ ദേവസ്വം ബോർഡ്. കാരണം കാടാമ്പുഴയൊക്കെ എത്ര പേരാ മുട്ടറിക്കാൻ ഇങ്ങനെ നിൽക്കുന്നത് പ്രേക്ഷകർക്കറിയാം. അവിടെ ആ കാടാമ്പുഴ ക്ഷേത്രം ഉൾപ്പെടുന്ന മലബാർ ദേവസ്വത്തിനാണ് പ്രസിഡന്റ് ഇല്ലാതായിട്ടിപ്പോൾ 3 മാസമായി. അവിടുത്തെ നിത്യനിദാന ചെലവുകൾക്ക് പോലും കാര്യങ്ങൾ നടക്കാത്തൊരവസ്ഥയാണ് എന്നാണ് പറയുന്നത്. ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ല. ഒന്നുകിൽ നിങ്ങൾ OK വാസുവിനെ കൊണ്ടുവരും, ഇല്ലെങ്കിൽ പകരം ഒരാൾ. അംഗത്തിൽ അജയകുമാർ എന്നൊക്കെ പറയുന്ന നമ്മളെ വീരേന്ദ്രകുമാറിനൊപ്പം നിൽക്കുന്ന നേതാവിന്റെ പേരൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. CPM മുന്നോട്ട് വെക്കുന്ന OK വാസു മാഷ പേരാണ്. അതിന് എംപ്ലോയീസ് യൂണിയൻ കുറച്ച് തടസ്സം നിൽക്കുന്നത്. കാരണം അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് യൂണിയനുമായിട്ട് കുറച്ച് ഉടക്കി. അത് ഒരിക്കലും പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് സർക്കാർ തിരിച്ചറിയുക. 3 മാസമായി മലബാർ ദേവസ്വത്തിന് പ്രസിഡന്റ് ഇല്ല എന്ന വാർത്ത വന്നിട്ട്